ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എരിശ്ശേരിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാൻ വൻപയർ തലേന്ന് രാത്രി വെള്ളത്തിലിട്ടത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മത്തനാണ്. ഞാൻ മത്തൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം നാളികേരവും പച്ചമുളകും ജീരകവും ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ മത്തൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അധികം സമയമൊന്നും വേണ്ട, മത്തൻ പെട്ടെന്ന് വേവുന്നതാണ്. ഇതിലേക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ആദ്യം വൻപയർ കുക്കറിലോ മറ്റോ വേവിച്ചിട്ട് അതിന് ശേഷം മത്തനിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഉപ്പൊക്കെ പാകമാണോ എന്ന് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മത്തൻ ഒന്ന് ചെറുതായി ഉടയുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഒരുപാട് വെള്ളവും വേണ്ട, വെള്ളവും ഒന്ന് വറ്റിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ നാളികേരം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ചേർത്തു. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരം ചിരകിയത് മിക്സിയിൽ ചെറുതായി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണിത്. ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചതിലേക്ക് ഈ വറുത്ത തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സ് ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരിയും ഇതും തമ്മിൽ കുറേ കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ട്. അരപ്പൊക്കെ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്, പക്ഷേ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ എരിശ്ശേരി എന്തായാലും ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്